ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടന്റെ പിറന്നാൾ ദിവസം ലോഗോ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോഗോ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പുറത്തുവിടുന്നത്. ഈ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പ്രകാരം ഈ ഒരു ഷോയിലേക്ക് സെലക്ട് ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം വ്യക്തികളുടെ പേര് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഓഡീഷന് വേണ്ടി വിളിച്ച കുറച്ചധികം വ്യക്തികളുടെ പേര് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലിസ്റ്റ് ഒന്ന് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഏഷ്യാനെറ്റ് സീരിയൽ താരമായിട്ടുള്ള മായാ വിശ്വനാഥ്. മായാ വിശ്വനാഥ് ഏഷ്യാനെറ്റിൽ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യ ടിവിയിലായിക്കോട്ടെ ഒരുപാടധികം സീരിയലുകളിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സീനിയർ ആക്ട്രസ് ആണ് ഈ പറയുന്ന മായാ വിശ്വനാഥ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിച്ചിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് അലിൻ ജോസ് പെരേര. പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട, നമ്മുടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ റിവ്യൂ സെലിബ്രിറ്റി ആയിട്ടുള്ള അലിൻ ജോസ് പെരേരയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷൻ വേണ്ടി വിളിച്ചതായിട്ട് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അടുത്തതായി പറയുന്നത് രേഖ രതീഷ്. ഏഷ്യാനെറ്റിലെ മറ്റൊരു സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ് ആദ്യമായിട്ട് പരസ്പരം എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് വരുന്നത്. അങ്ങനെ രേഖ രതീഷിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള നില നമ്പ്യാർ. പേര് കേട്ടിട്ട് ആരും വീണ്ടും വീണ്ടും ചെട്ടണ്ട. നില നമ്പ്യാറിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡിഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്തതായി പറയുന്നത് മുകേഷ് എം നായർ. മുകേഷ് എം നായർ നമുക്കറിയാം ഒരു ആക്ടറാണ്, അതുപോലെ തന്നെ ഒരു ഫുഡ് വ്ളോഗറാണ്. മുകേഷ് എം നായർ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്ളോഗറാണ്. മുകേഷ് എം നായറിനെയും ഈ പറഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് പറയുന്നത് റീന ജോൺ. റീന ജോൺ ഒരു ആക്ടറാണ്. ഒരു സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള റീന ജോണിനെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് ആദിത്യൻ ജയൻ. ആദിത്യൻ ജയൻ ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ ആക്ടറാണ്. അതുപോലെ തന്നെ ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദിത്യൻ ജയനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡിഷൻ കോളിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര്, ഇനി മുതൽ അങ്ങോട്ടുള്ള 7 പേരുകളും ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു 7 കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. ഇത്രയും നേരം പറഞ്ഞു വന്നത് മൊത്തം ഓഡീഷന് വേണ്ടി വിളിച്ചിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ്. പക്ഷെ ഇനി പറയാനുള്ളവരിൽ പലരും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് കണ്ടസ്റ്റൻസ് ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള പേരുകളാണ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് ബിനീഷ് ബാസ്റ്റിൻ. സ്റ്റാർ മാജിക് ഫെയിമും ഒട്ടനവധി സിനിമകളിൽ ഗുണ്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ സീസൺ 1 മുതൽ വിളിക്കുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേം ആവാനായിട്ടുള്ള ഒരുപാട് സാധ്യത കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ടീം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 9ാമത്തെ പേര് ജാസിൽ ജാസി. ജാസിൽ ജാസി LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടായിരിക്കും ബിഗ് ബോസിലേക്ക് വരുന്നത്. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പേര് കൂടിയാണ് ജാസിൽ ജാസി. ഓഡിഷൻ കോളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. അടുത്തതായി പറയുന്നത് 10ാമതായിട്ട് റോഹൻ ലോണ. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് റോഹൻ ലോണ. ഒരു ഇന്റർവ്യൂവർ ആണ്. ബിഗ് ബോസിൽ മത്സരിച്ചിറങ്ങിയ ഒരുപാട് കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്ത് ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആങ്കർ ആണ് നമ്മുടെ റോഹൻ ലോണ. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 11ാമതായിട്ട് പറയുന്നത് മറ്റൊരു സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള രേണു സുധി. രേണു സുധി നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു കോൺട്രവേഴ്സി കിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വീഡിയോസ്, അതിപ്പോ ഇന്റർവ്യൂ ആയിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ എന്ത് വന്നു കഴിഞ്ഞാലും അത് കാണാനും അതിനെപ്പറ്റി സംസാരിക്കാനും ജനങ്ങൾ ഏറെയാണ് ഇപ്പൊ ഈ കേരളത്തിൽ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും രേണുസുധിയും ബിഗ് ബോസ് മലയാളം സീസൺ 7 സെലക്ട് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 12ാമതായിട്ട് പറയുന്നത് അനുമോൾ. നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമും ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ഒട്ടനവധി സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ടുള്ള അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 13ാമതായിട്ട് പറയുന്നത് ഷിഷിൻ മോഹൻ. ആദ്യം മുതൽക്കേ ബിഗ് ബോസ് മലയാളത്തിൽ വിളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. സീസൺ 2ഉം 4ലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷിഷിൻ മോഹൻ ഏഷ്യാനെറ്റ് സീരിയൽ താരമാണ്. പുള്ളിക്കാരൻ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്.
അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 14-ാമതായിട്ടും അവസാനമായിട്ട് പറയുന്നത് സൗമ്യ നിങ്ങൾക്കറിയാം, ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണ്, ഒരു ജിം ട്രെയിനർ ആണ്. പുള്ളിക്കാരത്തെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഏകദേശം 14 പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പൊ നമ്മൾ പങ്കുവെച്ചത്. ഇതിനകത്ത് ഏകദേശം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബിനീഷ് ബാസ്റ്റൻ, ജാസിൽ ജാസി, രേണു സുധി, അതുപോലുള്ള ഈ പറയുന്ന നമ്മുടെ രോഹൻ ലോണ, അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസുകളെല്ലാവരും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് സെലക്ട് ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ച് പേരുകളാണ്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് വ്യക്തികൾ മാത്രം. പിന്നീട് ആദ്യമൊക്കെ പറഞ്ഞ അലിൻ ജോസ് പെരേരയും മായ വിശ്വനാഥ് ആയാലും രേഖ രതീഷ് ആയാലും ഇവരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഈ അടുത്ത സമയത്ത് ഓഡിഷൻ കോൾ പോയ വ്യക്തികളാണ്. ഇവരെയൊക്കെ വിളിച്ച് ഇവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് അവർ സെലക്ട് ആക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അപ്ഡേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസിന്റെ ലോഗോ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒഫീഷ്യലി കൺഫേം ചെയ്തൊരു കാര്യം തന്നെയാണ്. അടുത്ത ഒരു കോമണേഴ്സ് പ്രൊമോയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കോമണേഴ്സ് പ്രൊമോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കോമണേഴ്സ് പ്രൊമോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഏഷ്യാനെറ്റിന്റെ ചാനൽ വഴി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോമണേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരവും കിട്ടുന്നതായിരിക്കും. ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഈ ഒരു സീസണും ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടിയിട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്